നിങ്ങൾ എല്ലാവരെയും ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയുടെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. തുടർന്നുള്ള ആഴ്ചകളിലും നിങ്ങൾ വചനം ധ്യാനിക്കുക. ക്രമമായി ഓരോ ആഴ്ചയിലും പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ട് ഒരു തുടർച്ചയായ ക്ഷമയെക്കുറിച്ച് നമ്മൾ പങ്കുവച്ചു. ഇപ്പോൾ വിധിയെക്കുറിച്ചും ക്ഷമയും വിധിയും തമ്മിലുള്ള കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ദൈവസ്നേഹ അനുഭവ ശുശ്രൂഷ ആധ്യാത്മിക വളരുന്നതിന് വളരെയേറെ സഹായകമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വചനം ജീവിക്കുന്നതിന് കൂടുതൽ ആഴത്തിൽ കൃപ നിങ്ങൾക്ക് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ ഒക്കെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കാം. ആഴ്ചയിൽ കുറച്ച് മണിക്കൂറുകൾ ഈ ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ചുകൊണ്ട് കൂട്ടായ്മയായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വചനം വായിക്കുവാനും പഠിക്കുവാനും ധ്യാനിക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഈ കൂട്ടായ്മയുടെ ഇടയിൽ കുറച്ചു നേരം ആ ആഴ്ചത്തെ ദൈവസ്നേഹ അനുഭവ ശുശ്രൂഷ കൂട്ടായ്മയുടെ വചനം നിങ്ങൾ കമ്പ്യൂട്ടറിലൂടെയോ മറ്റ് എന്തെങ്കിലും മാധ്യമങ്ങൾ ഉപയോഗിച്ച് കാണുക. എന്നോടൊപ്പം ചിന്തിക്കാൻ നിങ്ങളെല്ലാം ഞാൻ ക്ഷണിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ ദൈവം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളിൽ എല്ലാവർക്കും കടന്നു വരും എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നമുക്കൊന്നിച്ച് ഒരു സമൂഹമായി വളരെ ആഴത്തിൽ ദൈവവചനത്തെ ധ്യാനിക്കുവാനും ആ ദൈവവചനത്തിലൂടെ വാഗ്ദാനം ചെയ്യപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുവാനും നമുക്ക് കഴിയണം. ദൈവപിതാവുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് പിതാവിന്റെ മക്കളായ മറ്റുള്ളവരോടുമുള്ള ആഴമേറിയ സ്നേഹവും ബന്ധവുമാണ്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ആ സാഹോദര്യത്തിന്റെ ദൈവത്തിൽ അധിഷ്ഠിതമായ പരിശുദ്ധാത്മാവ് അധിഷ്ഠിതമായ ആ സാഹോദര്യത്തിന്റെ മാധുര്യം ആസ്വദിക്കുവാൻ നമ്മളെല്ലാം ദൈവം ക്ഷണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയെ ഗൗരവമായി സമീപിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ സുഹൃത്തുക്കളെയോ ഒക്കെ ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയായി രൂപപ്പെടുവാനും അതിന്റെ വെളിച്ചത്തിൽ പരസ്പരം ചിന്തിച്ചും ധ്യാനിച്ചും സഹായിച്ചും ഒരു കുടുംബമായി യേശുക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുന്ന ഒരു കൂട്ടായ്മയായി, ഒരു കമ്മ്യൂണിറ്റിയായി ഈ ശുശ്രൂഷയിൽ വളരുവാനും ശ്രമിക്കുക. ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയുടെ വളരെ പ്രാഥമികമായ ഒരു ശുശ്രൂഷ ഭാഗമാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശുശ്രൂഷയുടെ അടുത്ത ഘട്ടങ്ങളിൽ ഒക്കെ വചനം നേരിട്ടാണ് പങ്കുവെക്കപ്പെടുക. ചെറിയ ചെറിയ കൂട്ടായ്മകളിലൂടെ പ്രേക്ഷിതർ കടന്നു വന്ന് ആഴമേറിയ ദൈവീക ജ്ഞാനത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യും. ഒന്നിച്ച് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒന്നിച്ച് വളരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളെ സഹായിക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ലോകം മുഴുവനും ദൈവ കേന്ദ്രീകൃതമായ ഒരു സമൂഹം രൂപപ്പെടുവാനും സഭയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന എക്ലൈസിൽ കമ്മ്യൂണിറ്റി രൂപപ്പെടുവാനുമാണ് ദൈവസ്നേഹ അനുഭവ കൂട്ടായ്മയും അതിന്റെ ശുശ്രൂഷയും ലക്ഷ്യം വെക്കുന്നത്. സഭയോട് ചേർന്ന് എന്നാൽ പൊതുസമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി കുറം കൂടെ ആഴത്തിലും ഗൗരവമായും സഭയുടെ പ്രബോധനങ്ങളെ സമീപിക്കുകയും വചനത്തിൽ വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെ അനുഭവം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചുകൊണ്ട് സന്തോഷപൂർവമായ, സമാധാനപൂർവമായ, സംതൃപ്തമായ ഒരു ജീവിതം ലക്ഷ്യം വെക്കുക എന്നതാണ് ദൈവസ്നേഹ കമ്മ്യൂണിറ്റിയുടെ ലക്ഷ്യം. ഇതിനാവശ്യമായ ധ്യാനങ്ങളും ചിന്തകളും കൂട്ടായ്മകളും പ്രോഗ്രാമുകളും ഒക്കെയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുക. ഈ വീഡിയോ പ്രോഗ്രാമുകളിലൂടെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ കൂട്ടായ്മ ആരംഭിക്കാവുന്നതാണ്. സാധിക്കുന്നവരെല്ലാം ഈ ലക്ഷ്യത്തോടു കൂടി ഒരു കൂട്ടായ്മ കൂടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ ഈ കൂട്ടായ്മയെ കുറിച്ച് നമ്മളുടെ ഇടവകയിലെ വികാരി അച്ഛനെ, ഇടവകയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അച്ഛനെ നിങ്ങൾ അറിയിക്കണം. ഞങ്ങളിങ്ങനെ വ്യക്തിപരമായി ഞങ്ങൾ കൂടുന്നുണ്ട്. ഇതൊരു പൊതു കൂട്ടായ്മയല്ല, സ്വകാര്യമായി ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എങ്കിലും അച്ഛനാണ് ഞങ്ങളുടെ ആധ്യാത്മിക ഗുരു എന്ന നിലയിൽ അച്ഛനെ ഞങ്ങൾ അറിയിക്കുകയാണ്. അച്ഛന് ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അച്ഛൻ അറിയേണ്ട എന്ത് കാര്യങ്ങളും ഈ ശുശ്രൂഷയെ കുറിച്ച് ഞങ്ങൾ അച്ഛനെ അറിയിക്കുന്നതായിരിക്കും. അച്ഛന് ഞങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും തരാവുന്നതാണ് എന്ന് നിങ്ങൾ അറിയിക്കുക. സ്വാഭാവികമായും സഭയുടെ പ്രബോധനം അനുസരിച്ച് സ്വകാര്യമായി നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല. സഭാധികാരികൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ എന്തെങ്കിലും അപകടമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അവർ ചിലപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കരുതെന്ന് പറയും. നിങ്ങൾ അവരെ അനുസരിക്കുക. ഒറ്റയ്ക്ക് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് തരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ lifeinloveofgod@gmail.com എന്ന മെയിൽ അഡ്രസ്സിൽ നിങ്ങളുടെ ആവശ്യം നിങ്ങൾ എഴുതി അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വൈദികനുമായി സ്നേഹത്തിൽ സംസാരിക്കുവാനും ഈ കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ പറ്റുമോ എന്ന് ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയിൽ എന്റെ സ്നേഹാശംസ. പ്രൈസ് ദി ലോർഡ്.